ഞങ്ങളുടെ പ്രശ്നം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഭരണകക്ഷി MLA അയാൾ പറയുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. ഇതുവരെ വാ തുറന്നില്ലല്ലോ. ഞങ്ങളൊക്കെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയല്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് കാര്യം എന്താണെന്ന് പറയില്ലല്ലോ. എല്ലാ ദിവസവും പത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ പറയാൻ തയ്യാറുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പറയട്ടെ, പറഞ്ഞ് അവർ തെളിയിക്കട്ടെ. അപ്പൊ CPM നടക്കുന്നത് എന്താണെന്ന് വി ആർ ലീസ് ബോധേഡ് അബൌട്ട് ദാറ്റ്. ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. വിഷയം ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആദ്യം കള്ളക്കടത്ത്, പ്രിൻസിപ്പൽ സെക്രട്ടറി, സീനിയർ IAS ഓഫീസർ ജയിലിൽ ഇല്ലേ. രണ്ടാമത്തെ ഭരണത്തിൽ വീണ്ടും സ്വർണം കടത്തൽ മാത്രമല്ല, സ്വർണം പൊട്ടിക്കൽ, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകം, അതിന് കൂട്ടുനിൽക്കുക. ഇതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ടും അദ്ദേഹം അധികാരത്തിൽ അള്ളി പിടിച്ചിരിക്കുക. ഇറങ്ങി പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും വരുന്ന ദിവസങ്ങളിൽ. സംശയം അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അതൊക്കെ ഈ ഓരോ യോഗത്തിൽ വന്നിരിക്കുമ്പോൾ അതിഥിയെ സ്വാഗതം ചെയ്യുമ്പോൾ പറയുന്ന സാധാരണ തമാശ പറയുന്ന പോലെ പറഞ്ഞു. അതൊന്നും ഞങ്ങളൊന്നും ഗവർണറുടെ കൂടെ അല്ല. ഗവർണർ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഗവർണറും സർക്കാരും കൂടി ഒരുമിച്ചായിരുന്ന ഏർപ്പാട്. ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് അവർ തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് കൊണ്ടിരുന്ന അലുവ ക്ലിഫ് ഹൗസിൽ നിന്ന് കൊണ്ടിരുന്ന മധുരപലഹാരങ്ങൾ രാജ്ഭവനിലേക്കും കൊടുത്തയച്ച് ഇവർ സെറ്റിൽ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും യോജിച്ച് നിന്നുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റികളിലെ മുഴുവൻ വൃത്തികേടുകൾ നടന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തെറ്റുന്ന ആളുകളുടെ കൂടെ ഞങ്ങളെ കിട്ടില്ല. ഇവർ രണ്ടു കൂട്ടരും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾക്ക് അതൊന്നും അല്ല. യോഗത്തിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞു അല്ല. ഞാൻ ചോദിക്കട്ടെ, എന്നോട് നിങ്ങൾ തെളിവ് ചോദിക്കണം, അവരോട് നിഷേധിക്കണമെന്ന് ചോദിക്കണം. ഞാൻ എന്താ പറഞ്ഞത്? 2023 മെയ് 20 മുതൽ 22 വരെ തൃശ്ശൂർ ജില്ലയിലെ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ RSS ജനറൽ സെക്രട്ടറി പങ്കെടുത്തു. അദ്ദേഹത്തെ ഔദ്യോഗിക കാറിൽ വന്ന ADGP ആ കാറ് ഹയാത്തിൽ പാർക്ക് ചെയ്ത് പോയി കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിന് BJP നേതാവ് ആകെ ഒരാളെ ഇന്നലെ പറഞ്ഞുള്ളൂ, ഞങ്ങളെല്ലാവരും കാണും. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പിന്നെ ഞാനെന്തിനാ എന്നോട് എന്തിനാ നിങ്ങൾ ചോദിക്കും? നിങ്ങൾ അവരോട് പോയി ചോദിക്കും. അവരോട് ചോദിക്കും തെറ്റാണെന്ന് പറയും. ഇന്നലെ ആരെങ്കിലും ഇപ്പൊ 24 മണിക്കൂറും കഴിഞ്ഞല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് അല്ലേ? ഞാൻ മുഖ്യമന്ത്രിയോടും ADGPയോടും RSSനോടുമാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോടാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥതയാണ് മുഖ്യമന്ത്രിയോട്. ആരാ മറുപടി പറയാൻ വന്ന്? BJP നേതാവ് സുരേന്ദ്രനോട് ഞാൻ ചോദ്യമൊന്നും ചോദിച്ചല്ലോ. സുരേന്ദ്രൻ എന്താ നിഷേധിക്കല്ല. ഇത് ഉണ്ടയില്ല വെടിയാണ്. അതൊക്കെ ആർക്കും പറയാൻ പറ്റുന്ന സാധനമാണ്. ഉണ്ടയില്ല എന്നൊന്നും നോക്കണ്ട. ഇത് സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആരും നിഷേധിച്ചില്ല. പിന്നെ എന്നിട്ട് എന്നോടാണ് തെളിവ്. നിഷേധിക്കട്ടെ. ഞാൻ ഇതെല്ലാം തെളിവല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം തെളിവല്ലേ? ഡേറ്റ്, സമയം, പോയ സ്ഥലം, കാറ് പാർക്ക് ചെയ്ത് പോയ സ്ഥലം, എനിക്ക് കൂടെ പോയ ആളെ എല്ലാവരും അറിയാം. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? എന്തിനാ എല്ലാ ദിവസവും എന്നോട് അങ്ങനെ ചോദിക്കണം? ഞാൻ എന്റെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ നേതാവാണ്.